വഴിയരികിൽ കിടക്കുന്ന മണ്ണിന് ഇവന് പേഴ്സണാലിറ്റി ഇല്ല, ഇവനതായ ബുദ്ധിയില്ല, ഇവനതായ സ്വന്തമായി വ്യക്തിത്വമില്ല, ആർക്കും വേണ്ടാതെ എല്ലാവരും എഴുതി തള്ളി കളഞ്ഞ ഒരു മണ്ണാകുന്നു. ഈ വിതയ്ക്കുന്നവൻ തന്നെ അവനും പോലും മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് പോകുന്നത്. പക്ഷേ സ്വർഗത്തിലെ ഒരു ദൈവമുണ്ടായിരുന്നു. അവൻ പണ്ട് സൃഷ്ടിച്ച മണ്ണാണല്ലോ, അവന്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ട മണ്ണാകുന്നു. ആ മണ്ണിനെ നോക്കി ഒരു കണ്ണിനും ദയയില്ലാത്ത സ്ഥാനത്ത്, ആർക്കും ദയയില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം അവന്റെ മേൽ ദയ തോന്നി പറഞ്ഞു, ഈ മണ്ണ് ഇന്ന് എന്റെ ഒരു വിത്ത് ഇവന് കിട്ടിയില്ലെങ്കിൽ, വചനമാകുന്ന വിത്ത് ഇവന് കിട്ടിയില്ലെങ്കിൽ, യേശു കർത്താവിന്റെ സ്വർഗത്തിലെ രാജ്യത്തിന് വിത്ത് ഇവന് കിട്ടിയില്ലെങ്കിൽ ഈ മണ്ണ് നശിച്ചു പോകും, ഈ മണ്ണ് നശിച്ചു പോകും. ഇവന് വ്യക്തിത്വമില്ലാതെ ഇവൻ എന്നേക്കുമായി നിത്യ നരകത്തിൽ പോകും. അങ്ങനെ നോക്കിക്കണ്ടപ്പോൾ വഴി അരികിൽ കിടന്ന ഒരു കൂട്ടം മണ്ണിനെ വ്യക്തിത്വമില്ലാതെ, ഒരു അർഹതമില്ലാതെ, യോഗ്യതയില്ലാതെ അവിടെ കിടക്കുമ്പോൾ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞു, ലോകക്കാർ തള്ളിക്കളഞ്ഞു, ദേശക്കാർ തള്ളിക്കളഞ്ഞു, കുടുംബക്കാർ തള്ളിക്കളഞ്ഞ ഒരു കൂട്ടം ജനത്തെ, ഒരു കൂട്ടം മണ്ണിന് മേൽ പണ്ട് യേശു കർത്താവ് ഇറക്കി തന്ന ഈ വചനമാകുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന് ആ വിത്ത്, സ്വർഗരാജ്യത്തിന് ആ വിത്ത് വിതച്ചുകൊണ്ട് അതുപോലെ കയറി വന്ന അനേക വഴി അരികി കിടക്കുന്ന മണ്ണുകൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് ദൈവാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, എത്രയോ 1000 പ്രാവശ്യം വചനം കേട്ടിട്ടും ഈ വചനം അകത്ത് വന്നിട്ടും ദൈവരാജ്യത്തിന് വിത്ത് ഏറി വന്നിട്ടും വഴിയരികി കിടക്കുന്ന മണ്ണിനെ പോലെ ഇത് എല്ലാ പ്രാവശ്യവും അത് അകത്തെടുക്കാതെ ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുക, ഓപ്പണായിട്ട് കിടക്കുക. ഏതും ആരും വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും കൊതിക്കാൻ കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് രാത്രി ആ പ്രകാരം ഒഴിക്കുന്ന ഒരു കൂട്ടം മണ്ണിനെ കൂടി യേശു കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് ഇതുപോലെ കിടന്ന പല മണ്ണുകളെ ഇന്ന് യേശു പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഇന്നും പ്രയോജനശൂന്യമായി കിടക്കുന്ന ഒരു കൂട്ടം മണ്ണിന്, വഴിയരികി കിടക്കുന്ന ഒരു കൂട്ടം മണ്ണ് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഇതിനെ അതിജീവിക്കും. എത്രയോ പ്രാവശ്യം സ്വഭാവം, ദുഷ്ടൻ കൊണ്ടുവന്ന ദുഷ്ട സ്വഭാവത്തിൽ നിന്ന് അതിജീവിക്കാൻ ശ്രമിച്ചിട്ട് അതിജീവിക്കാൻ പറ്റാതെ, പാപത്തിന്റെ സ്വഭാവത്തെ അതിജീവിക്കാൻ പറ്റാതെ, പെന്തിക്കോസ്കാരനായി ജനിച്ചതുകൊണ്ട്, ആത്മാഭിഷേകം പ്രാപിച്ചതുകൊണ്ടോ, നാം ഒരു പാരമ്പര്യ പെന്തിക്കോസ് കുടുംബം ആയിക്കൊണ്ടോ അതുകൊണ്ട് കാര്യമായില്ല. ഇന്നും നീ പാപത്തിന്റെ പാപശക്തിനെ അധീനതയിൽ കിടക്കുവാണെങ്കിൽ, അതിനെ അതിജീവിക്കുന്ന ദൈവകൃപ നിനക്കില്ലെങ്കിലും ഇന്നും പിശാച് നിന്റെ മേൽ ആധിപത്യം എടുക്കുവാണെങ്കിൽ, നീ പല പ്രാവശ്യം വെറീസ് ആകുവാണെങ്കിൽ, നീ പല പ്രാവശ്യം ചിന്താ കുഴപ്പത്തിലാകുവാണെങ്കിൽ, അപ്രകാരം ഒരു മണ്ണാണെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കി നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ ദൈവരാജ്യത്തിന്റെ ഒരു വിലയേറിയ വിത്താകുന്ന ഈ വചനം, സാക്ഷാൽ യേശു കർത്താവ് അവൻ വചനമായി ജഡമായി വന്നതുപോലെ ഇന്ന് ഈ വചനം നിന്റെ ഇടയിൽ, നിന്റെ മണ്ണിന്റെ അകത്ത് വന്നിട്ട് നിന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് നിന്റെ ഉള്ളിൽ വലിയൊരു രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് രാത്രി നീ മനസ്സിലാക്കുക. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ദൈവരാജ്യത്തിന് ഏറ്റവും വലിയ കാര്യം എന്താ പറയുക? സന്തോഷവും സമാധാനവും, പീസ്, ജോയ് ആൻഡ് ഓൾ അതർ ബ്ലെസ്സിങ്സ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് സമാധാനം നീ അനുഭവിക്കുന്നില്ലെങ്കിൽ, വചനം നീ വായിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ദൈവത്തെ നീ ഉറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നീ വ്യാപിച്ച് നിന്റെ മേൽ വ്യാപിച്ച രോഗം അതിനെ നീ അതിജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ മേൽ വ്യാപരിക്കാൻ പാപത്തിന്റെ ശക്തി, നീ എപ്പോഴെപ്പോൾ ആരാധന കടന്നു വരും, നീ കൺവെൻഷൻ കടന്നു വരും, അതിനകത്ത് കടന്നു വന്നിട്ടും വീണ്ടും അതിൽ തന്നെ നീ മടങ്ങി പോകുവാണെങ്കിൽ, പിന്നെയും നിന്റെ പഴയ സ്വഭാവത്തിന് മടങ്ങി പോകുവാണെങ്കിൽ, ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം, നീ ആ വഴിയരികിൽ കിടക്കുന്ന ഒരു മണ്ണിനെ പോലാകുന്നു. ഇന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ, ആ യേശു കർത്താവ് പറഞ്ഞതുപോലെ എത്രയും കഠിനമായ നിന്റെ പാപമായാലും അത് ചുമന്നിരിക്കുവാണെങ്കിൽ അതിനെ ഹിമം പോലെ വെളിപ്പിക്കുവാനും നിന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാനും നിന്റെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തെ സമാധാനം പകർന്നുതരുവാനും വലിയ കൃപകൾ നൽകി തരുവാൻ അവൻ ശക്തനായ ദൈവമെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കി ദൈവത്തിനെ സ്തുതിച്ച് നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ. വിശ്വാസികൾ സ്വന്തം ചെയ്യാമോ? വിശ്വാസികൾ സ്വന്തം ചെയ്യാമോ? യേശുവിന്റെ രാജ്യം അകത്ത് കയറുവാൻ വേണ്ടി തരുന്ന വിത്തായത്. ഈ വിത്തിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, എത്രയും വർഷങ്ങൾ ഇതിങ്ങനെ കിടന്നാലും, ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഫോസിൽസ് ആയി കിട്ടിയ നമുക്ക് സീഡ്സ് ഒത്തിരി ഉണ്ട്, ഫോസിൽസ് ആയി കിട്ടിയ ഒത്തിരി നാൾ ഈ വിത്ത് ഈ വർഷങ്ങൾ ഉണങ്ങി ഒരു സ്ഥലത്ത് നിങ്ങൾ ഇട്ടോ, പക്ഷെ ദ ഡേ വെൻ ഇറ്റ് കംസ് ടു കോൺടാക്ട് വിത്ത് എ സോയിൽ, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സോയിൽ അതിന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വെരി ഡേ ഇറ്റ് സ്റ്റാർട്ട് ജെർമിനേറ്റിംഗ്. ആമേൻ, ആമേൻ. അപ്രകാരമായിരിക്കുന്നു ഈ വചനം. അക്സെപ്റ്റ് ചെയ്യുന്ന ചില സോയിലുകൾ, ചില മണ്ണുകൾ ഈ വചനത്തെ ഉള്ളിനകത്ത് അങ്ങനെയുള്ള വചനമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു രാജ്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു രാജ്യത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ, അങ്ങനെ രാജ്യത്തിന് സമാധാനം ഉണ്ടെങ്കിൽ, എനിക്ക് ആ സമാധാനം പ്രാപിച്ചേ മതിയാകോ, എനിക്ക് ആ വിടുതൽ പ്രാപിച്ചേ മതിയാകോ. പിശാചിന്റെ സകല ബാധകളും, പിശാചിന്റെ സകല തന്ത്രങ്ങളും, എന്റെ മേൽ അതിജീവിക്കുന്ന പിശാചിന്റെ ശക്തികൾ, എന്റെ മേൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തികൾ, ഇന്ന് രാത്രികാലം എനിക്കതിൽ നിന്ന് ഒരു മോചനം വേണം എന്ന് നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണെങ്കിൽ, ദൈവത്തെ സ്തുതിച്ച് നീ എന്ന് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഈ വചനം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ കയറിക്കൊണ്ട്
പറഞ്ഞിട്ടുണ്ട്. അവൻ നിന്നെ വിടുവിക്കുവാൻ ശക്തൻ തന്നെ. അവൻ നിന്റെ ഹൃദയത്തിൽ കടന്നു വന്ന് ദൈവരാജ്യത്തിലുള്ള സകല സമാധാനവും പീസും വിടുതലും ഇന്നവൻ നിനക്ക് നൽകി തന്നിരിക്കും. ആമേൻ. ഇവിടെ തീർന്നില്ല. ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യേശുവിന്റെ ആ വചനം കേട്ടുകൊണ്ട് ആ നല്ല വിത്ത് അങ്ങോട്ട് കിട്ടിയിട്ടും ഇദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വിത്ത് മേളിക്കുന്നു, അത് അകത്തോട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെ റിസീവ് ചെയ്യാതെ കഴിഞ്ഞ നാളുകൾ നീ കളഞ്ഞു, അതൊക്കെ. പക്ഷെ ശ്രദ്ധിക്കണം, ഇന്ന് രാത്രിയിലും ദൈവം നിനക്ക് പിന്നെ നൽകി തന്ന വചനം എന്താ ചോദിച്ചാൽ, ഒരു കണ്ണനും ദയയില്ലാതെ നിന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് മനുഷ്യർ നിന്നെ തള്ളിക്കളഞ്ഞു, ലോകം നിന്നെ തള്ളിക്കളഞ്ഞു, വീട്ടുകാരും നാട്ടുകാരും സമൂഹം നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ഒരു കണ്ണനും ദയയില്ലാത്ത സ്ഥാനത്ത് അവൻ ദയ തോന്നി നിന്റെ മേൽ അവൻ നൽകി തന്ന വിത്തായിരുന്നു. പ്രൈസ് ഗാഡ്. വിതപ്പാൻ ആരും വന്നതല്ല, അവൻ നിനക്ക് നൽകി തന്ന ഒരു വിത്താകുന്നു. സ്വർഗം നൽകി തന്ന വിത്താകുന്നു. അങ്ങനെയാണെങ്കിൽ ആ വിത്ത് ലഭിക്കുന്നവര്, ആ വിത്തിനെ അകത്തോട്ട് കയറ്റുന്നവര്, ആ വിത്തിനെ ആസ്വദിക്കുന്നവര് കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? കരങ്ങളിൽ ദൈവം അതിനൊന്ന് അകത്തോട്ട് വരാൻ നീ സമ്മതിക്കുമോ? അതിന് അകത്തോട്ട് വരാൻ നീ സമ്മതിക്കുമോ? അതൊന്ന് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ സമൂലമായ ഒരു ചേഞ്ച് അവൻ നൽകി തരും. നിന്റെ കുടുംബത്തിൽ വലിയൊരു ചേഞ്ച് അവൻ നൽകി തരും. നിന്റെ ജോലിയിൽ അവൻ വലിയൊരു ചേഞ്ച് നൽകി തരും. നിന്റെ നോട്ടത്തിൽ തന്നെ അത് വലിയൊരു ചേഞ്ചിലേക്ക് അവൻ നൽകി തരും. ഇന്ന് വരെ ലഭിക്കാത്തൊരു സമാധാനം നിന്റെ കുടുംബത്തിൽ പാഞ്ഞിറങ്ങി വരും. കാരണം ഈ ബീജം, ഈ ഒരു സീഡ്, ഈ ഒരു വിത്ത് അത് ഈ ലോകത്തിന് വിത്തല്ല, സ്വർഗരാജ്യത്തിന് വിത്താകുന്നു. സ്തോത്രം ചെയ്യാമോ? ഈ വിതയ്ക്കുന്നവൻ ഇതൊന്നും അറിയുന്നില്ല. അവൻ മുൻപോട്ട് പോകും, അവന്റെ യാത്ര തിരിയുക. യേശു പറഞ്ഞു അവൻ മുൻപോട്ട് പോകുന്നു. അടുത്ത വിത്ത് വീണു, സെക്കൻഡ് സോയിൽ നമ്പർ 2 വീണു. അത് ഏത് സോയിലാ? പാറ പോലായിരിക്കുന്നത്. റൈറ്റ്? ഭയങ്കര സ്ട്രോങ് സോയില, പാറ പോലായിരിക്കുന്ന. ഇത് വേറെ ടൈപ്പ് മണ്ണ. ഇതുപോലത്തെ മണ്ണ് നിങ്ങൾ കണ്ടുണ്ടോ? ഇവർ ഭയങ്കര പാറയാ. ശ്രദ്ധിക്കുക, അവർ പറയും ഹലോ ഹൗ ആർ യു, ഏയ് വാട്ട് യു ടു ഡു. ഭയങ്കര പാറയാ. കഹോ ഭായി ക്യാ ഹാൽ ചാൽ ഹൈ, ഏയ് തുമേ ക്യാ മത്ലബ്. എന്താന്ന് ചോദിച്ചാൽ ആരാടെന്ന് ചോദിക്കുന്ന ഒരു ഭാവം. ഇതുപോലത്തെ ചില മണ്ണുകളുണ്ട്. അത് അന്നും ഉണ്ടായിരുന്നു, യേശുവിനെ അറിയാമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിലും അതുണ്ട്. ഇത് വേറെ ടൈപ്പ് മണ്ണ. എന്ത് ചോദിച്ചാലും ഇവർ ചിരിക്കത്തില്ല. ഭയങ്കര സീരിയസാ, ഭയങ്കര ടഫാ. അവരെ കുലിക്കാൻ പോലും ചിരിക്കത്തില്ല, അവരെ കിള്ളിയിട്ട പോലും ചിരിക്കത്തില്ല, എന്തോ ചെയ്യുന്ന വല്ല ചിരിക്കത്തില്ല. ഇവർ ഭയങ്കര റഫ് ആൻഡ് ടഫാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ? അതുപോലത്തെ റഫ് ആൻഡ് ടഫ് ചില ബോസുകളെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ? ഭയങ്കര റഫ് ആൻഡ് ടഫ്. ചില നമ്മുടെ ചർച്ചിൽ തന്നെ പലരെ കാണുമ്പോൾ ചിലർ ഭയങ്കര സ്മൈൽ ചെയ്യാം, പക്ഷേ വേറെ ചില സ്മൈൽ എന്തോ പറഞ്ഞാലും സ്മൈൽ ചെയ്യത്തില്ല. അവർ ഭയങ്കര റഫ് ആൻഡ് ടഫാ, ഭയങ്കര റഫാണ്, ഭയങ്കര ഗംഭീരമാണ്. അവർ എന്തോ 100 കിലോ വെയിറ്റുമായിട്ട് നടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഭയങ്കര വെയിറ്റ് ആയിട്ട് അവർ നടക്കുന്നത്, ഒത്തിരി ഗംഭീരമായിരിക്കുന്നത്, റഫ് ആൻഡ് ടഫ. പക്ഷേ ഈ റഫ് ആൻഡ് ടഫ ഇങ്ങനത്തെ ആൾക്കാർക്ക് സാധാരണ പറഞ്ഞാൽ ആരും സുവിശേഷം എന്ന് പറയത്തുമില്ല. അവനോട് സുവിശേഷം പറഞ്ഞിരുന്ന കഥയില്ല, അവന് ഈ വിത്ത് കൊടുത്തിരുന്ന കഥയില്ല. ഇങ്ങനെ പറഞ്ഞ് തള്ളി മാറ്റുന്ന ഒരു മണ്ണാതും. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കുക, വിതയ്ക്കുന്നവൻ അത് ഉന്നം വെച്ച് വിതയ്ക്കാൻ പോയില്ല. അവിടെ നിങ്ങൾ കണ്ടോ, വിത്ത് വിതച്ചതല്ല, വിത്ത് അവിടെ വീണതാകുന്നു. അവിടും വീണതാ എന്ന് പറയുമ്പോൾ ആർക്കും ദയയില്ലാത്ത സ്ഥാനത്തും ആർക്കും വേണ്ടാത്തവനായി തള്ളപ്പെട്ട് ഭയങ്കര റഫ് ആൻഡ് ടഫായി തള്ളപ്പെട്ട് കിടക്കുമ്പോൾ അവനെ ആർക്കും രൂപാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. അവനോട് ആരും സംസാരിക്കാൻ പറ്റത്തില്ല. ഇനി സംസാരിച്ചാൽ അവൻ കേൾക്കത്തുമില്ല, അവൻ അനുസരിക്കത്തുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കിടക്കുന്ന, അങ്ങനെ അവരെ തള്ളി മാറ്റിയിരിക്കുന്ന ഒരു കൂട്ട ജനത്തെ നോക്കി യേശു പറയുന്നു, ശ്രദ്ധിക്കുക, നിന്റെ മേൽ ആർക്കും ദയയില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഈ മണ്ണിനെ ഞാനല്ലേ സൃഷ്ടിച്ചത്, ഈ മണ്ണിനെ ഞാനല്ലേ സൃഷ്ടിച്ചത്, എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സൃഷ്ടിയാണല്ലോ. ഇവൻ ഈ റഫ് ആൻഡ് ടഫ് ആയി പോയി എന്തോ ചെയ്യാനാ? ആർക്കും ദയയില്ലെങ്കിൽ ഇവൻ നശിച്ചു പോകും. ഇവൻ ഈ സ്വർഗരാജ്യത്തിന് വിത്ത് കിട്ടിയില്ലെങ്കിൽ ഇവൻ നിത്യ നരകത്തിലേക്ക് പോകും. ഇവനും ഫലം കായ്ക്കട്ടെ. വാസ്തവമായി അവന് യോഗ്യതയില്ല, വാസ്തവമായി ഇവന് യാതൊരു യോഗ്യതയില്ല കിട്ടുവാൻ. എന്നാൽ തന്നെ ആ യോഗ്യമായ സ്ഥാനത്ത് യോഗ്യമെന്ന് എണ്ണി അവന് മേലും വിതച്ചു കൊടുത്തു ഒരു വിത്ത്. ഇന്ന് രാത്രികാലം ഒരു കൂട്ട ജനത്തെ നോക്കി ദൈവാത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെ പല സമയത്ത് വിതച്ച വിത്തുകൾ ഇതുപോലെ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയപ്പോൾ നിനക്ക് ലഭിച്ച ഒരു വിത്ത് മുഖാന്തരം ഇന്ന് നീ സമൂലമായി വ്യത്യാസം നൽകി, നിന്റെ രൂപത്തിൽ വ്യത്യാസം നൽകി, നിന്റെ ഭാവത്തിൽ വ്യത്യാസം നൽകി. ബൈബിൾ പറയുന്നത് പോലെ നിന്റെ ഹൃദയം അത് എത്ര കഠിനമായാലും, അത് എത്ര ടഫായാലും ഞാൻ അതിനെ രൂപാന്തരപ്പെടുത്തി അതിനെ വെറും മാംസമാക്കി മാറ്റുവാൻ ഞാൻ ശക്തനായ ദൈവം എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി അതുപോലെ ചില മണ്ണുകളെ മാറ്റുവാൻ ദൈവത്തിന്റെ വചനം ശക്തമായ ചില ഹൃദയങ്ങൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശക്തമായ ചില ഹൃദയത്തോടെ ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
ഹല്ലേലൂയ. പല പ്രാവശ്യം വചനം കേട്ടു, പക്ഷെ അതിനെ തള്ളി മാറ്റി. എനിക്ക് ഞാൻ പിടിച്ച മുയലിന് കൊമ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളി മാറ്റി. ഞാൻ പറഞ്ഞ മാത്രം ശരിയാകുന്നു, എന്റെ ഫിലോസഫി ശരിയാകുന്നു, എന്റെ ഈസമാ ശരിയാകുന്നത്, ഞാൻ പറയുന്നതാ ശരിയാകുന്നത് എന്ന് പറഞ്ഞ് നിന്റേതായ വ്യക്തിത്വവും നിന്റേതായ ഫിലോസഫി കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഉള്ളിൽ കയറി നീ ഒന്ന് രൂപാന്തരപ്പെടാൻ തയ്യാറാകുവാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സമൂലമായി വ്യത്യാസം നൽകി തന്ന്, നിന്റെ കുടുംബത്തിൽ തന്നെ വ്യത്യാസം നൽകി തന്ന്, നിന്റെ ജീവിതത്തിൽ വ്യത്യാസം നൽകി തന്ന് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ എന്റെ യേശു ശക്തൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം, രൂപാന്തരപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു. അതിന് വേറൊരു ഫേസും കൂടെ പറയാം. ഇതാണ് സംഭവിച്ചത്. വിത്ത് അങ്ങോട്ട് വീണപ്പോൾ തന്നെ അവിടെ പറഞ്ഞു പെട്ടെന്ന് മുളച്ചു വന്നു. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ ഗ്രോത്തിനെ കുറിച്ച് ബൈബിളിനകത്ത് ചുമ്മാ ചവർന്നു മാറി എഴുതിയിട്ടില്ല. ഇതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവൻ നിറഞ്ഞു മാത്രമേ എഴുതിയിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ വചനമാകുന്നത്. പ്രൈസ് ഗോഡ്. ഇതിനകത്ത് വേണ്ടാത്ത ഒറ്റൊരു വാക്ക് വന്നിട്ടില്ല. ചവറായിട്ടോ ഗാർബേജ് ആയിട്ട് ഇതിനകത്ത് ഒന്നും വന്നിട്ടില്ല. ഇത് ദൈവത്തിന് സാക്ഷാൽ വചനമാകുന്നു. ഈ കർത്ത പുസ്തകത്തിനകത്തുള്ള വെള്ള പേജിനകത്തുള്ള ഈ കർത്താക്ഷരം, ആ അക്ഷരം ദൈവത്തിന്റെ വചനം അവന്റെ വായിൽ നിന്ന് ലിറ്ററലി വി ഷുഡ് ബിലീവ് അതുപോലെ തന്നെ സംഭവിക്കുന്ന ദൈവവചനമാകുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ എഴുതിക്ക് നിങ്ങൾ സത്യം വേഗത്തിൽ അത് മുളച്ചു വന്നു. വേഗത്തിൽ മുളച്ചു വന്നപ്പോൾ പെട്ടെന്ന് വന്നു. പക്ഷേ വേറെ കൂടുതലില്ലാത്തതുകൊണ്ട് അടുത്ത സൺഷോക്ക് വന്നപ്പോഴത്തേക്ക് സംഗതി മൊത്തം പോയി. ഇതുപോലെ ചില റഫ് ആൻഡ് ടഫ് നിങ്ങൾ കണ്ടല്ലോ. ചില ആരാധനാലയത്തിലൊക്കെ ചില സഭയിലൊക്കെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടു ഇപ്പോൾ മലയൊക്കെ മറിച്ചു വെക്കും, ഇപ്പോൾ പട്ടണം മറിച്ചു വെക്കും എന്ന പോലൊക്കെ വരുന്നത്. അവരാദ്യം വരുമ്പോൾ അവർ ഏറ്റവും മുമ്പിൽ വന്നിരിക്കും. അവർ ഈ പാട്ടിനുണ്ട്, പ്രസംഗമുണ്ട്, സാക്ഷ്യത്തിന് സാക്ഷ്യമുണ്ട്. ആദ്യത്തെ ഒരു മാസം ഫ്രണ്ട് റോയിലായിരിക്കും. സെക്കൻഡ് മന്ത് പോകുമ്പോഴത്തേക്ക് സെക്കൻഡ് റോയിലെത്തും. തേർഡ് മന്തിൽ പോകുമ്പോൾ തേർഡ് റോയിലെത്തും. പിന്നെ ഫോർത്ത് മന്തിൽ പോകുമ്പോൾ ഫോർത്ത് റോയിലെത്തും. പിന്നെ ഒരു 6 months ആകുമ്പോൾ തന്നെ ഏറ്റവും അവസാനത്തെ റോയിലെത്തും. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം നോക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൺവെൻഷൻ വരണം ഫസ്റ്റ് റോയിൽ വരണമെങ്കിൽ. ഇതാ വേറൊരു കൂട്ടജനം. വേഗത്തിൽ എല്ലാം ഭയങ്കര റാപ്പിഡാ. റാപ്പിഡ് അല്ല ദൈവം. നീ എപ്രകാരം ആരംഭിച്ചു അതല്ല ദൈവത്തിന് ആഗ്രഹം. നീ എങ്ങനെ അവസാനിപ്പിക്കുന്നു അതാ ദൈവത്തിന് ഇഷ്ടം. പ്രൈസ് ഗോഡ്. നീ ദൈവരാജ്യത്ത് നിന്റെ ജീവിതം ആരംഭിച്ചപ്പോൾ നീ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കാണും, നീ വലിയ പ്രവൃത്തി ചെയ്തു കാണും, നീ ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിച്ചു കാണും, ഒത്തിരി ക്രിയകൾ ചെയ്തു കാണും. പക്ഷെ നീ ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ ദൈവരാജ്യം, ഹല്ലേലൂയ, ഇൻഹറന്റ് കിങ്ഡം ഓഫ് ഗോഡ് ഇപ്പോൾ ഉണ്ട്. പിന്നെ വരാനുള്ള ദൈവരാജ്യം കൂടിയുണ്ട്. യേശു കർത്താവ് കാഹളം ധ്വനിക്കുമ്പോൾ അവൻ മടങ്ങി വരുമ്പോൾ അവനോടൊപ്പം പറന്നു പോകാൻ വേണ്ടി നീ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ എന്നും കൂടി യേശു ഇന്ന് ചോദിക്കുന്നു. വേഗത്തിൽ പോട്ടെ. തേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മൂന്നാമത്തെ സോയിൽ നമ്പർ 3. അത് എഴുതിക്കുന്നത് എന്താ പറയാ? മുള്ളുൽപാദിച്ച മണ്ണ്. ഞാൻ ചോദിക്കുക കുഞ്ഞുങ്ങളോട്, ഞാൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് സോയിൽ ഈസ് ദാറ്റ്? തോൺസ് വരുന്നത്. ദാറ്റ് ഈസ് സംവാട്ട് ഡെസേർട്ടി സോയിൽ. അല്ലേ? ഡെസേർട്ട് സാൻഡി സോയിൽ. Xerophytes വരും, തോൺസ് വരും. ബിക്കോസ് അവരുടെ സ്റ്റൊമാറ്റ അതിന്റെ അകത്ത് വെള്ളാംശങ്ങളെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ആ സ്റ്റൊമാറ്റ ജെർമിനേറ്റ് ചെയ്തുകൊണ്ട് അത് തോൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. അതൊരിക്കലും ലീഫായിട്ട് വരുന്നില്ല, തോൺസ് ആയിട്ട് വരുന്നു. അപ്പോൾ ഈ സാൻഡി സോയിലിന്റെ ഗുണം നിങ്ങൾ മനസ്സിലാക്കുക. യേശു വെറുതെ അല്ല പറഞ്ഞത്, വളരെ കൃത്യമാണ്. ഇതിന്റെ ഗുണം നിങ്ങൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരും. എന്തൊക്കെയാ ഇത്? ഈ വിത്ത് കിട്ടിയാൽ അതും വരട്ടെ, ലോകം കിട്ടിയാൽ അതും വരട്ടെ. ഇത് രണ്ടും കൂടെ പോകുന്നത്. തോൺസും ഉണ്ട്, അതേപോലെ നല്ല വിത്തുമുണ്ട്. ഇത് രണ്ടും ഭയങ്കര സ്മാർട്ടാ. ഈ ടൈപ്പ് ആൾക്കാർ നിങ്ങൾ കണ്ടോന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്മാർട്ടാ. അവർ ചർച്ച ചെല്ലുമ്പോൾ പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ, അവർ എല്ലാത്തിനും പാസ്റ്ററുടെ കൂടെ ഉണ്ട്. അവർ സാക്ഷാൽ ഒരു ദൂതനായി നിൽക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ ഭൂതമായി തീരുന്നേ ഉള്ളൂ, വരാതൊന്നുമില്ല. രണ്ട് ടൈപ്പ് പേഴ്സണാലിറ്റി രണ്ട് ടൈപ്പ്. അവർ ചർച്ചിൽ നല്ല ദൂതന്മാരും വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഭൂതന്മാരും. ഒരിക്കലും പാസ്റ്ററിന്റെ വൈഫ് പറഞ്ഞു, കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എല്ലാം കൂടി ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ പറഞ്ഞു, എന്താ കാര്യം? നിങ്ങളൊരു കാര്യം, ഈ പാസ്റ്ററെ പിടിച്ച് നിങ്ങൾ ചർച്ച തന്നെ വെക്കാമോ? പറഞ്ഞു, എന്താ കാര്യം? ഈ പാസ്റ്റർ ചർച്ച നിൽക്കുമ്പോൾ എന്ത് നല്ലതാ, ഇത് വീട്ടിൽ വന്നാൽ ആകെപ്പട പ്രശ്നമാണ്, അതുകൊണ്ട് ചർച്ചിൽ നിന്നാൽ നല്ലതാ എന്ന് പറയുമ്പോൾ ഒരു കൂട്ട പാസ്റ്റർമാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളയക്കുന്ന ഇന്നത്തെ സ്ഥിതി നയിക്കുന്ന സകല വിശ്വാസികളും മോഡേണിസം ഒത്തിരി കൂടി പോകുന്നു, സംസ്കാരം ഒത്തിരി കൂടി പോകുന്നു, ഇൻഫർമേഷൻ ടെക്നോളജി ഹൈഫൈ ആയിക്കൊണ്ട് പോകുന്നു. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിന്റെ മാലിന്യതകൾ, ലോകത്തിന്റെ പാപങ്ങൾ, വിശുദ്ധിക്ക് ചേരാത്ത ഒന്നും നിന്റെ അരികിൽ വരല്ലേ എന്ന് നീ എപ്പോഴും കേൾക്കുമ്പോൾ, പാസ്റ്റർ ഞാൻ ഭയങ്കര സ്മാർട്ടാ, ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്, എനിക്കറിയാം അതിനെ ഏതുവരെ കൊണ്ടുപോകണം എനിക്കറിയാം. ശ്രദ്ധിക്കുക, നീ എത്രയും വലിയ സ്മാർട്ടായാലും, നീ എത്രയും നല്ല യോഗ്യനായാലും, നിന്റെ ഉള്ളിൽ എത്ര നല്ല ബോധ്യമുണ്ടെങ്കിലും, ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. യേശു ഒരു കാര്യം 2000 വർഷം മുമ്പേ തന്നെ വെളിപ്പെടുത്തി തന്നു.
എന്താ വെച്ചാൽ മുള്ളും നല്ല വിത്തും രണ്ടും കൂടി വളർന്നു കഴിഞ്ഞാൽ അവസാനം സംഭവിക്കുക എന്തോ അറിയാമോ? മുള്ളു വിജയിക്കും, വിത്തിനെ അത് ചോക്ക് ചെയ്യും. അതൊരു സ്പിരിച്വൽ യാഥാർത്ഥ്യമാണ് യേശു കർത്താവ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സ്പിരിച്വൽ ആത്മീക യാഥാർത്ഥ്യമാണ് ഇത്. രണ്ടും കൊണ്ട് ഇന്ന് കടന്നു പോകുവാണെങ്കിൽ, ഓ ഹല്ലേലൂയ, ചർച്ച വരുമ്പോൾ നമുക്ക് നല്ല ആരാധനയുണ്ട്, ചർച്ച വരുമ്പോൾ നല്ല പ്രസംഗമുണ്ട്, ചർച്ച വരുമ്പോൾ നല്ല പ്രബോധനമുണ്ട്. പക്ഷെ ചർച്ച് കമ്മിറ്റിയിൽ വരുമ്പോഴോ, ചർച്ചയിൽ നിന്ന് വെളിയിൽ വരുമ്പോഴോ, നിന്റെ വായിക്കകത്തുനിന്ന് വരുന്ന ഒരു വാക്കുകൾ, ഓ ഹല്ലേലൂയ, നിന്റെ ഇടപെടലിൽ വരുന്ന ഒരു വാക്കുകൾ, നിന്റെ കുടുംബത്തിൽ വരുന്ന ഒരു വാക്കുകൾ, അത് നിന്നെ ദൈവരാജ്യത്തിന് സ്ലിപ്പാക്കി കളയുമെന്ന് ഇന്ന് നീ മനസ്സിലാക്കിക്കോളാം. ഈ ഇൻഹെറന്റ് കിങ്ഡം ഓഫ് ഗോഡ് ഞാനുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പാടുന്നു, എല്ലാം പറഞ്ഞു നീ ശരി തന്നെ. പക്ഷെ നിന്നെ സ്ലിപ്പാക്കുവാൻ ഈ തോൺസ് മതി, ഈ മുള്ളു മതി. യാഥാർത്ഥ്യം നിന്റെ ഇന്നത്തേക്കിന് 10 years കഴിഞ്ഞുള്ള ഫ്യൂച്ചറാ യേശു കഥ എഴുതിക്കുന്നത്. ഫൈനലി വാട്ട് ഹാപ്പൻ? ഇത് രണ്ടും നീ വളർത്തിക്കോ, നല്ല കാര്യം. നീ സ്മാർട്ടാന്ന് പറഞ്ഞ് നീ വളർത്തിക്കോ. പക്ഷെ നിന്റെ സ്മാർട്ട്നെസ്സിനെ ഒരു നാള് ഈ തോൺസ് നിന്നെ കാണിച്ചു കളയും, അവൻ നിന്നെ ചോക്കാക്കി കളയും. ഇന്ന് രാത്രിയിൽ ഒരു വേർപാടിലേക്ക് നയിക്കാം, ഒരു വിശുദ്ധിയിലേക്ക് നയിക്കാം. ഹല്ലേലൂയ, ഒരു വലിയൊരു മാനസാന്തകം. ഇതാ മൂന്നാമത്തെ കൂട്ടജനം. ഇത് എല്ലാ മണ്ഡലത്തിലുമുണ്ട്, ആത്മിക മണ്ഡലത്തിലുണ്ട്, ലൗകിക മണ്ഡലത്തിലുമുണ്ട്, എല്ലാം മണ്ഡലം. നാലാമത്തെ ഒരു കൂട്ടം മണ്ണിനെ കാണാം. അവിടെ നല്ല മണ്ണ്, നല്ല സ്ഥലം. അവിടും വിതച്ചു കൊടുത്തതല്ല, അവിടും വീണതാ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടും അല്ലെങ്കിൽ പറയും, കർത്താവേ നീ അവർക്ക് എല്ലാവർക്കും ഇട്ട് കൊടുത്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തന്നു, ഇവനോ നീ വിതച്ചു കൊടുത്തു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവനും അവിടെ ഇട്ട് കിടന്നു. യേശു പറയുന്നതും അതങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയപ്പോൾ ആ മണ്ണ് അതിനെ അകത്തോട്ടെടുക്കാൻ തയ്യാറായി. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അവൻ റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കുമായിരുന്നു. അവൻ വളരെ 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 തേഴ്സ്റ്റി ആയിട്ടിരിക്കുവാനോ, അവൻ റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഇന്ന് രാത്രിയിൽ അതുപോലെ റിസീവ് ചെയ്യാൻ തയ്യാറായി നിൽക്കുവാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഈ ഒരു ബീജം അകത്തോട്ട് കയറി നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം നൽകി തന്ന, നിന്റെ വ്യക്തിത്വത്തിനെ മാറ്റി, നിന്റെ ആത്മീകത്തെ മാറ്റി, നീ സംസാരിക്കുമ്പോൾ നിന്റെ നാവിന് മേൽ അവൻ അധികാരം നൽകി തന്ന, നീ പ്രസംഗിക്കുമ്പോൾ നിന്റെ പ്രസംഗത്തിന് അവൻ അധികാരം നൽകി തന്ന, നിന്റെ ജീവിതത്തിൽ വലിയൊരു സമൂലമായ വ്യത്യാസം നൽകി തന്ന, അവൻ നിന്നെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി മാറ്റും. അതിനകത്ത് ഏറ്റവും വലിയ സത്യം, നല്ല മണ്ണിന്റെ ഏറ്റവും വലിയ ഗുണം, അതിന്റെ പ്രൂഫ് പറയാം. അതിന് മാക്സിമം റിവാർഡ് 100% ഫ്രൂട്ടാ. മിനിമം ഫ്രൂട്ട് എത്രയുമാ? 30%. അപ്പോൾ 30 to 100% ഫ്രൂട്ട് വരാത്തതൊന്നും നല്ല മണ്ണല്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഏത് കൂട്ട മണ്ണില്ല? നമുക്ക് ദൈവം നൽകി തന്ന ദാനങ്ങൾ ഓർക്കാമോ? ദൈവം നൽകി തന്ന സുവിശേഷങ്ങൾ ഓർക്കാമോ? ഏറ്റവും ബെസ്റ്റ് മെസ്സേജുകളാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. ഏറ്റവും നല്ല നല്ല ആഴമായ ചിന്തകളാണ് ദൈവം നമുക്ക് നൽകി തന്നത്. പക്ഷേ ഇതുകൊണ്ട് ഇതുവരെ ഒരു ഫലം കായ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് ചോദിക്കുന്നു, ദൈവരാജ്യത്തിന്റെ ആ സെറ്റ്, ദൈവരാജ്യത്തിന് വലിയ ചിന്താഗതി, ദൈവരാജ്യത്തിന് നന്മകൾ അവൻ നിനക്ക് നൽകി തന്നു. അത് നീ ഫലം കായ്ച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു ദിവസം വരുന്നുണ്ട് ഇത് നിന്റെ കയ്യിൽ നിന്നും സ്ലിപ്പായി അത് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകും. അങ്ങനെ സ്ലിപ്പായി പോകാതിരിക്കുവാൻ നിന്നെ തന്നെ ഒന്ന് പൂർണ്ണമായി ഒന്ന് ശോധന ചെയ്യാമോ? അവൻ നിന്നെ വഴിയറികി കിടക്കുന്ന ഒരു മണ്ണിനെ പോലും കാണുവാന്നോ? അതോ വളരെ റഫ് ആൻഡ് ടഫ് ഉള്ള മണ്ണായിട്ടാണ് കാണുന്നത്? അതോ രണ്ടും മാക്സിമം ചെയ്തിട്ട് രണ്ടിനെയും കൊണ്ട് പോറ്റി പുലർത്തി നീ പോകുവാണെങ്കിൽ, ലോകവും വേണം, എനിക്ക് ആത്മീയവും വേണം, എനിക്ക് അതും വേണം, എനിക്ക് ഇതും വേണം എന്ന് പറഞ്ഞ് നീ പോകുവാണെങ്കിൽ, ഈ 3 വക മണ്ണും അടുത്തൊരു രാജ്യമെന്ന് അവിടെ പ്രവേശിക്കത്തില്ല. അവിടെ പ്രവേശിക്കുന്നെങ്കിൽ ഈ കൂട്ടത്തിലായിരിക്കുന്നതും കൊണ്ട് കാര്യമില്ല, കൂട്ടത്തിൽ പാടുന്നതും കൊണ്ട് കാര്യമില്ല, ഇന്ന് കൂട്ടത്തിൽ പ്രസംഗിക്കുന്നതുകൊണ്ടും കാര്യമില്ല, അവിടെയും ഇവിടെയും ചർച്ചിൽ പോകുന്നതും കൊണ്ട് കാര്യമില്ല. ദൈവരാജ്യത്തിൽ നല്ല മണ്ണായി തീരണം. കർത്താവേ, ഞാൻ കേട്ടതിൽ ഞാൻ 30% മിനിമം കൊണ്ടുവന്നിരിക്കാം, ഞാൻ കേട്ടതിൽ ഞാൻ 100% കൊണ്ടുവന്നിരിക്കാം. ഈ ബീജത്തിന്റെ ഈ സീഡിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അത് ഫലം സീഡിന്റെ ക്വാളിറ്റി കൊണ്ട് ആരും ഫലം കായ്ക്കാതിരിക്കുന്നില്ല. അവന്റെ ക്വാളിറ്റി ആദ്യം കൊടുത്തവന് ഒന്ന് തന്നെയാ, അവസാനം കൊടുത്ത ഒന്ന് തന്നെയാ. മണ്ണിന്റെ പുറത്തായത് നീ മണ്ണാകുന്നു. ഏത് ടൈപ്പ് മണ്ണ ഇന്ന് രാത്രി യേശു കർത്താവ് ഞാൻ ചോക്കുന്നു. ഹല്ലേലൂയ. ഇതേ സമയം മുൻപോട്ട് പോകുന്നത് കണ്ണുകൾ അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവരാജ്യം ഇന്ന് ഇവിടെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന് വലിയ കെട്ടുപണി ഇവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ചിലരെ ഈ പാരമ്പര്യമായി തന്നെ ആരാധിക്കുന്ന ഒരു കൂട്ടമാണോ നീ? എന്നാലും ഞാൻ ആരാധിക്കാൻ തുടങ്ങിയത് കുറെ നാളുകളായി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കുറെ നാളുകളായി. പക്ഷെ നീ ഫലം കായ്ക്കാതെ ഇന്ന് ഇരിക്കുവാണെങ്കിൽ, ഇന്നും നിന്റെ അകത്തുനിന്ന് ഒരു പ്രവൃത്തി വെളിപ്പെടുന്നില്ലെങ്കിൽ, ഇന്നും നിന്റെ അകത്തിന് നീ കിടക്കുന്ന അവസ്ഥ നീ ഒന്ന് വെളിപ്പെട്ട് വരുന്നില്ലെങ്കിൽ, നിന്റെ വിഷനകത്ത് റാപ്ചർ കാണുന്നില്ലെങ്കിൽ, നിന്റെ ശരീരത്തിൽ വ്യത്യാസം കാണുന്നില്ലെങ്കിൽ, നിന്റെ ചിന്താഗതി വ്യത്യാസം കാണുന്നില്ലെങ്കിൽ, പാപത്തിന്റെ സ്വഭാവത്തിൽ നീ അതിജീവിക്കാൻ പറ്റുന്നെങ്കിൽ ഇന്ന് രാത്രി നീ സമർപ്പിക്കാമോ? എല്ലാ കണ്ണുകളും അടയാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയാം. ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങൾ സമർപ്പിക്കാമോ? ഇന്ന് വലിയൊരു വ്യത്യാസത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏത് ടൈപ്പ് മണ്ണാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല മണ്ണാകുവാൻ സമർപ്പിക്കാൻ താല്പര്യം.
നല്ല മണ്ണാകുവാൻ സമർപ്പിക്കാൻ തലയാം. ഇന്ന് യേശു തന്റെ ആത്മാവിനാൽ നിറച്ച് ചില മണ്ണുകളെ രൂപാന്തരപ്പെടുത്താൻ പോകുന്നു. വർഷങ്ങളായി നീ ആരാധിക്കുന്നവനായിരിക്കും, വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കും, ഒത്തിരി ഉപവസിച്ച് കാണും. പക്ഷെ നിനക്കൊരു വ്യത്യാസം നിനക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ഒരു വ്യത്യാസത്തിലേക്ക് അവൻ നിന്നെ നയിക്കുന്നു, ഒരു വ്യത്യാസത്തിലേക്ക് നിന്നെ നയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഈ സമയത്ത് എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാവരും എഴുന്നേൽക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. ഹൃദയത്തിനകത്ത് ദൈവത്തെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. എനിക്കറിയാം വ്യക്തമായി ദൈവത്തെ ആത്മാവ് ചിലരോട് സംസാരിക്കുന്നു. നമ്മൾ ശുശ്രൂഷ വേലയിലായാലും, പെന്തിക്കോസ്ത് ചർച്ചിലായാലും, റോമൻ കാത്തലിക് ചർച്ചോ മാർത്തോമായോ യാക്കോബായിലോ ഏത് ചർച്ചിലായാലും ശ്രദ്ധിക്കുക, ദൈവരാജ്യത്തിലാകണമെന്ന് ഒരു ചർച്ച നിന്നെ ദൈവരാജ്യത്തിലാക്കത്തില്ല. ദൈവരാജ്യത്തിലാകുവാൻ നീ റിസീവ് ചെയ്യാൻ തയ്യാറാണോ? നീ ഇതുവരെ അതിജീവിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ ദൈവരാജ്യത്തിലല്ല. പാപത്തിന്റെ ശക്തിയെ നീ അതിജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിലുള്ളവനല്ല. ചിലപ്പം സൗഖ്യം നടക്കും, അത് ഈ ഇൻഹറന്റ് കിങ്ഡം ഓഫ് ഗോഡിന്റെ പ്രിവിലേജ് മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു കാണും, അത് ഈ ദൈവരാജ്യത്തിന്റെ ഒരു പ്രിവിലേജ് ആണെന്നേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ വരുന്ന ദൈവരാജ്യം നീ പ്രവേശിക്കണം എന്നില്ല. നീ പ്രാർത്ഥിച്ചപ്പോൾ ചിലപ്പം പ്രാർത്ഥന കേട്ട ദൈവം ഉത്തരം നൽകി തന്നു കാണും. പക്ഷേ എന്നിട്ടും നീ പാപ സ്വഭാവത്തിന് അധീനതയായി കിടക്കുവാണോ? ഇന്നും നീ അതിനുമേൽ അതിജീവിക്കാൻ പറ്റിയിട്ടില്ലയോ? നിന്റെ രോഗക്കിടക്കയിലും നിന്റെ പ്രയാസത്തിൽ അതിനുമേൽ നിന്നെ വെറിയത് നിന്നെ ഒരു ആത്മഹത്യയിലേക്ക് വേണ്ടി പിശാചിനെ തള്ളുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ സമർപ്പിക്കാമേൽ വലിയൊരു വ്യത്യാസത്തേക്ക് നയിക്കുവാൻ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നന്നായി അറിയാം, ഒരു വിശ്വാസ സമൂഹത്തിലായിരിക്കും ഞാൻ അഭിമോദിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് നല്ലൊരു വിശ്വാസ സമൂഹത്തിലാണ്. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, ഈ സമൂഹത്തിൽ തന്നെ നല്ല മണ്ണായി തീരുവാൻ എന്നെ പോലും എന്നെ തന്നെ ദൈവം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ പലരും സമർപ്പിക്കാൻ ഇനിയുമുണ്ട്. ദൈവത്താത്മാവ് സംസാരിക്കുന്നു. ഫലം കായ്ക്കാൻ നിനക്ക് പറ്റിയിട്ടില്ല. പല പ്രാവശ്യം വചനം കേട്ടിട്ടും നിനക്ക് അതിജീവിക്കാൻ പറ്റിയിട്ടില്ല. അതിനുമേൽ നിനക്ക് കൃപ ചൊരിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് രാത്രി ദൈവം നിന്നോട് ആഗ്രഹിക്കുന്നു, നീ ഒന്ന് സമർപ്പിക്കാം. റൈറ്റ് നൗ, ഈ നിമിഷത്തിൽ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. എന്റെ മണ്ണിനെ ഒന്ന് വ്യത്യാസപ്പെടുത്തണമേ, എന്റെ മണ്ണിനെ ഒന്ന് വ്യത്യാസപ്പെടുത്തണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ഇതാ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ സമയത്ത് ഇറങ്ങി ഒരു പുതിയ ബലം നൽകിയിട്ടുണ്ട്. ഇതുവരെ നീ അതിജീവിക്കാത്ത ഒരു വലിയൊരു ശക്തി നിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ നാവിന് മേൽ വ്യാപിക്കും. നീ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ നീ കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ നീ ഈ സമയത്ത് സമർപ്പിക്കുമ്പോൾ നിന്റെ നാവിന് മേൽ ഈ മണ്ണിനെ മാറ്റി നിന്റെ നാവിന്റെ ശക്തി, നിന്റെ നാവിന് മേൽ ഒരു വലിയൊരു ശക്തി പകർന്ന് നിന്നെ സൗഖ്യമാക്കുന്നു. ഒരു വലിയൊരു ചേഞ്ചിലേക്ക് വേണ്ടി നയിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവരെ കരങ്ങളൊന്ന് ഉയർത്താമോ? ഈ സമയത്ത് പരിശുദ്ധാത്മാ കരങ്ങൾ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. യെസ്, ആ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്താം. ഇന്ന് ഒരു വലിയൊരു വ്യത്യാസം. യെസ്, God is changing the hearts. ആ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ കരങ്ങളൊന്ന് ശക്തമായി ഉയർത്താമോ? പിശാച് കാണിച്ച് അവന്റെ പിടിയിൽ നിന്നും അവന്റെ ശക്തിയിൽ അതിൽ നിന്നും മാറിപ്പോകുന്ന ഒരു കൂട്ടജനത്തെ പിശാച് കണ്ടോട്ടെ. ഇതുവരെ എനിക്ക് അതിജീവിക്കാൻ പറ്റിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നിന്റെ കരം സ്വർഗ്ഗത്തേക്കൊന്ന് ഉയർത്താമോ? ഈ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ശക്തമായി ഹല്ലേലൂയ ആ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ആ പ്രാർത്ഥിക്കുന്ന ജനത്തിന് മേൽ ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നു. സമർപ്പണത്തിനൊരു ഗാനം നമ്മൾ പാടുമ്പോൾ ഹല്ലേലൂയ ജുരഭാഷകദനഗസ്യാന്തരാജന. ഇതുവരെ അതിജീവിക്കാൻ പറ്റിയിട്ടില്ല. രോഗത്തിന് അതിജീവിക്കാൻ പറ്റിയിട്ടില്ല. ജോലിന്റെ വിഷയത്തിൽ നീ അഭിമുഖിക്കുന്നു, അതിജീവിക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ ആത്മിക വിഷയത്തിൽ നീ അഭിമുഖിക്കുന്നു, അതിജീവിക്കാൻ പറ്റിയിട്ടില്ല. യേശു നിന്നെ മുൻപോട്ട് വിളിക്കുന്നു. നീ മുൻപോട്ട് കടന്നു വരുവാണെങ്കിൽ ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിപ്പിക്കുന്ന നിങ്ങൾക്കും നമ്മൾ ഒരുമിച്ച് വലിയൊരു വ്യത്യാസത്തിലേക്ക് കർത്താവായ യേശു കടന്നു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. പാപത്തിന്റെ ശാപത്തെ മാറ്റുവാൻ, രോഗത്തിന് ഏത് വലയും മാറ്റുവാൻ യേശു അരികിലുണ്ട്. മുൻപോട്ട് കണ്ടുവരാമോ? നമുക്ക് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ചില ആൾക്കാരുണ്ട്. മുൻപോട്ട് കണ്ടുവരാമോ? ദൈവത്താത്മാവ് പുതിയ അഭിഷേകത്തോട്, ഒരു പുതിയൊരു കൃപയോട്, പുതിയൊരു ശക്തിയോട് നിങ്ങളുടെ മുമ്പിൽ യേശു ഇറങ്ങി വരുന്നു. വേറെ ചില സഹോദരന്മാർ ചെറുപ്പക്കാരുണ്ട്. യേശു ഒരു വലിയ വ്യത്യാസത്തേക്ക് നയിക്കുന്നു.
ചില ചെറുപ്പക്കാരെ യേശു കാണുന്നു. ഇന്ന് രാത്രിയിൽ ഒരു നല്ല മണ്ണാക്കി മാറ്റുവാൻ, ഫലം കായ്ക്കുന്ന മണ്ണാക്കി മാറ്റുവാൻ ഒരു വലിയൊരു പവർ, ഒരു അധികാരം നൽകി തന്ന് നിങ്ങളെ കത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. There are some more people. Oh yes. Hallelujah. ചില മണ്ണുകളെ മാറ്റുവാൻ, സമൂലമായി വ്യത്യാസം നൽകി തരുവാൻ ഇതാ യേശു കർത്താവിനെ വിളിക്കുന്നു. സഹോദരിമാർ ദൈവാത്മാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരിമാർ ദൈവാത്മാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ യേശു തൊടുന്നു. ഹല്ലേലൂയ. ഒരു വലിയ വ്യത്യാസം നയിക്കുന്നു. Lord, let thy mighty hand of God catch, have a great change, God. I pray that every power of darkness, every sort of curse, I rebuke in the name of Jesus. Lord, grasp into their heart, grasp into the power of God. നിനക്ക് വേണ്ടി ശോഭിക്കുവാൻ ദൈവത്തോടെ പ്രേരണപ്പെടുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയാം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താമോ? എല്ലാ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താമോ? യേശുവിന്റെ ആത്മാവ് ഇപ്പോൾ ചിലരെ വാസ്തവമായി തൊടുന്നു. ഒരു വലിയൊരു വ്യത്യാസം, സമൂഹത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരുവാൻ, രാഷ്ട്രത്തിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവരുവാൻ, ദൈവസഭയ്ക്കുള്ളിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവരുവാൻ ഒരു കൂട്ട ജനത്തെ ദൈവം UAE പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയൊരു സർക്കിളിനെ യേശു UAE തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ UAE തന്നെ ഒരു വലിയൊരു അഭിഷേകത്തിന്റെ ഒരു വലിയൊരു മാരി ഇറങ്ങാൻ പോകുന്നു. ഈ പ്രദേശത്തിൽ ദൈവത്തിന് അഭിഷേകത്തിന് ശക്തിന ഇറങ്ങാൻ പോകുന്നു. അതിനുവേണ്ടി ഒരു കൂട്ട ജനത്തെ ദൈവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിൽ തന്നെ ചില ശക്തന്മാരെ, ഈ സമൂഹത്തിൽ തന്നെ ദൈവം ചില ശക്തന്മാരെ ഉപയോഗിക്കാൻ പോകുന്നു. അവരെ ദൈവം ഉയർത്താൻ പോകുന്നു. കരങ്ങളാൽ തട്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാമോ? അഭിഷേകത്തിന്റെ ശക്തി ഈ സമയത്ത് ഇറങ്ങട്ടെ. Rabajala Vigadala Jalababa Shagadale Vivala Vigadala Prabajala Vigadala Jalababa Vivala Vigadala Jalaga Shagade Rubana Regadega Shamdala Janagasya. ഈ ദേശത്തിൽ തന്നെ ദൈവം വലിയ പ്രവർത്തിക്കാൻ പോകുന്നു. ഒരു കൂട്ട ജനത്തെ ഇവർ തയ്യാറാക്കുന്നു. നല്ല മണ്ണായി ഫലം കായ്ക്കുന്നവരായി തീരുവാണെങ്കിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ജനത്തെ സമർപ്പിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്രയിടുന്നു കർത്താവേ. ഒറ്റൊരു വ്യക്തി പോലും ഈ ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി അല്ല, അവരെ ദൈവരാജ്യത്തിൽ ശോഭിക്കുന്നവരായി കാഹളം ധരിക്കുമ്പോൾ യേശു കർത്താവിന്റെ വരവിൽ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരായി ഈ ജനസമൂഹത്തെ അങ്ങ് തയ്യാറാക്കണമേ. അതിനുവേണ്ടി അങ്ങ് ഒരുക്കണമേ. അങ്ങ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ മാത്യു അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പിന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുമുൻപാകെ ഈ രാത്രികാലം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാനിടെ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഒരിക്കൽ കൂടെ
തന്റെ ദാസനിൽ കൂടെ പ്രസ്താവിച്ച് ഇന്ന് രാത്രി കേട്ട ദൈവജനത്തിന്റെ മേൽ അങ്ങയുടെ തൃക്കരം വെച്ച് അങ്ങ് അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. കർത്താവ് ദേശത്ത് പിന്നെയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളാൽ, വീര്യപ്രവർത്തികളാൽ, വചനത്തിന്റെ ശക്തിയാൽ ഈ ദേശത്തെ അങ്ങ് മാനിപ്പാൻ പോകുന്നതോർത്ത് സ്തോത്രം. അതിനായി ചില ശക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ നിന്റെ മക്കളെയും തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവെ ഗോസ്പൽ സിംഗേഴ്സിനായി സ്തോത്രം. അങ്ങ് അവരെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. വരും ദിവസങ്ങൾ ഇതിലുപരിയായ സന്തോഷം, അനുഗ്രഹം, വിടുതൽ പ്രാപിച്ചായിരിക്കാൻ ദേശത്തടി ഞങ്ങളെ സഹായിക്കും. മഹത്വം അങ്ങെടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും വചനം സംസാരിച്ച അങ്ങയുടെ ദാസനോടും കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ശുശ്രൂഷ ഈ സഭയോടും പ്രത്യേകാൽ പാടിയ തന്റെ കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. നാളെ I have found a friend in Jesus. He is everything to me. He's the fairest of 10,000 to my soul. The lily of the valley, in Him alone I see. All I need to cleanse and make me fully whole. In sorrow He is my comfort, in trouble He is my stay. He tells me every care on Him to roll. He is the lily of the valley, bright and morning star. He's the fairest of 10,000 to my soul. I have found a friend in Jesus. He is everything to me. He's the fairest of 10,000 to my soul. The lily of the valley, in Him alone I see. All I need to cleanse and make me fully whole. In sorrow He is my comfort, in trouble